എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 89 ശ്ലോകം 44 മുതൽ 53 വരെ 10 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. യമപുരിയിൽ പോയിട്ടും അർജുനന് ബ്രാഹ്മണന് സന്താനത്തെ കിട്ടിയില്ല. വളരെ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു, എവിടെയും കിട്ടാഞ്ഞിട്ട് ഇതാ ദുഃഖിതനായിട്ട് വന്നു. പ്രതിജ്ഞ പാലിക്കാൻ വേണ്ടി അഗ്നികുണ്ഡം തയ്യാറാക്കി അതിൽ പ്രവേശിക്കാനായിട്ട് ഭാവിക്കുന്നു. ഇതാ ഭഗവാൻ കൈപിടിക്കുന്നു. കാരുണ്യമൂർത്തിയായ ഭഗവാൻ അത് അർജുനനെ അഗ്നിയിൽ പ്രവേശിക്കാൻ അനുവദിക്കോ? ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 44. വിപ്രാവത്യമജക്ഷാണ തഥാ ഇന്ദ്രിയമഗാൽപുരീം ആഗ്നേയം നൈരുതിം സൗമ്യാം വായവ്യാം വാരുണീമഥ രസാതലം നാഗപൃഷ്ഠം തിഷ്ണ്യാന്യന്യാന്യുദായുധ. അയമപുരിയിലെ ബ്രാഹ്മണ സന്താനത്തെ കണ്ടില്ല. ഉടനെ അവിടെ നിന്ന് ഇന്ദ്രന്റെ പുരിയിലേക്ക് പോയി. അഗ്നി, നിരുതി, വായു, വരുണൻ ഇവരുടെയൊക്കെ സ്ഥലത്ത് പോയി അന്വേഷിച്ചു. സ്വർഗം, പാതാളം ഇവയെയും ആയുധധാരിയായ അർജുനൻ പ്രവേശിച്ചു. തതോ അലബ്ധദ്വിജസുതോ ഹ്യനിസ്തീർണ പ്രതിശ്രുത അഗ്നിം വിവിക്ഷു കൃഷ്ണേന പ്രത്യുക്ത പ്രതിഷേധത. അനന്തരം ആ ദ്വിജപുത്രനെ ലഭിക്കാത്തത് കൊണ്ട് പ്രതിജ്ഞാപരിപാലനം ചെയ്യാൻ കഴിയാത്ത അർജുനൻ അഗ്നിയിൽ പ്രവേശിക്കാൻ ഒരുങ്ങിയപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാൻ വന്ന് തടുത്ത് ഇങ്ങനെ പറഞ്ഞു. ദർശയേ ദ്വിജസൂനുംസ്തേ മാവജ്ഞാത്മാനമാത്മന ഏതേന കീർത്തിം വിമലാം മനുഷ്യാ സ്ഥാപയിഷ്യന്തി. ബ്രാഹ്മണർ പുത്രന്മാരെ ഞാൻ കാട്ടിത്തരാം. എന്താ അർജുന ഇത്? ഇങ്ങനെ തന്നെത്താനെന്നെ അർജുന, നീ തന്നെ നിന്നെ അപമാനിക്കണ്ട. ഇപ്പോ ഏതൊരുത്തർ നിന്നെ നിന്ദിക്കുന്നുവോ ആ മനുഷ്യര് തന്നെ നമ്മളുടെ നിർമ്മലമായ കീർത്തി ഉറപ്പിക്കും. ഇപ്പൊ ബ്രാഹ്മണൻ നിന്നെ നിന്ദിച്ചില്ലേ, ബ്രാഹ്മണൻ നിന്നെ തന്നെ പുകഴ്ത്തുന്ന സമയം വരും, ഞാൻ കാട്ടിത്തരാം കേട്ടോ. എന്തൊരു കാരുണ്യല്ലേ! ഭഗവാനോട് ഒരു വാക്കു പറഞ്ഞു പോലും ഇല്ല അർജുനൻ. ഇതി സംഭാഷ്യ ഭഗവാൻ അർജുനേന സഹേശ്വര ദിവ്യം സ്വരഥമാസ്ഥായ പ്രതീചിം ദിശമാവിശത്. ഇങ്ങനെ പറഞ്ഞിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനോടുകൂടി ദിവ്യമായ തന്റെ രഥത്തിൽ കയറിയിരുന്ന് പടിഞ്ഞാറ് ദിക്കിലേക്ക് പോയി. സപ്തദ്വീപാൻ സപ്തസിന്ധൂൻ സപ്തഗിരീനഥ ലോകാലോകം ദദാദിത്യ വിവേശ സുമഹത്തമ. 7 ദ്വീപങ്ങളെയും അവയിലുള്ള 7 ഗിരികളെയും 7 സമുദ്രങ്ങളെയും കടന്ന ശേഷം ലോകാലോകത്തെയും കടന്നിട്ട് അതിഘോരമായ അന്ധകാരത്തിൽ പ്രവേശിച്ചു. തത്രാശ്വാശൈബ്യ സുഗ്രീവമേഘ പുഷ്പബലാഹക തമസി ഭ്രഷ്ടഗതയോ ബഭൂവു ഭരതർഷഭ. അവിടെ ഭഗവാന്റെ രഥത്തിൽ കെട്ടിയിരുന്ന ശൈബ്യം, സുഗ്രീവം, മേഘപുഷ്പം, ബലാഹകം എന്നു പേരുള്ള 4 കുതിരകളും ആ 4 കുതിരകളും അന്ധകാരത്തിൽ അകപ്പെട്ടപ്പോൾ വഴി കാണാതെ നടക്കാൻ കഴിയാത്തവയായി ഭവിച്ചു. കുതിരകൾക്ക് കണ്ണു കാണാതെ നടക്കാൻ. താൻ ദൃഷ്ട്വാ ഭഗവാൻ കൃഷ്ണോ മഹായോഗീശ്വരേശ്വര സഹസ്രാദിത്യ സങ്കാശം സ്വചക്രം പ്രാഹിണോൽപുര. മഹായോഗങ്ങളുടെ ഫലത്തെ നൽകുന്ന ശിവാദിദേവ ശ്രേഷ്ഠന്മാരുടെയും ഈശ്വരനായ ഭഗവാൻ ശ്രീകൃഷ്ണൻ കുതിരകൾ അന്ധകാരത്തിൽ അകപ്പെട്ട് പരിഭ്രമിക്കുന്നത് കണ്ടപ്പോ 1000 സൂര്യൻ ഒന്നായി ഉദിച്ചാൽ എത്ര പ്രകാശമുണ്ടാകുമോ അത്ര പ്രകാശമുള്ള തന്റെ സുദർശന ചക്രത്തെ മുമ്പിൽ സഞ്ചരിക്കാൻ കൽപ്പിച്ചു. തമസ്സുഘോരം ഗഗനം കൃതം മഹത് വിദാരയൽ പൂരിതരേണ രോജിഷ മനോജവം നിർവിവിശേ സുദർശനം ഗുണച്യുതോ രാമശരോ യഥാചമോ. എങ്ങും നിറഞ്ഞു പരന്നും ഭേദിക്കാൻ കഴിയാത്തതും ഭയങ്കരവുമായി
ഭഗവാനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതായ അന്ധകാരത്തെ ഏറ്റവും അധികരിച്ച സ്വകാന്തി കൊണ്ട് വിളർക്കുന്നതും മനോവേഗത്തോടുകൂടിയതുമായ ആ സുദർശനം എന്ന ഭഗവാന്റെ ചക്രം ഞാൻ വലിച്ചുവിട്ട ശ്രീരാമബാണം ശത്രു സൈന്യങ്ങളിൽ പ്രവേശിക്കുന്നത് പോലെ അന്ധകാരത്തിന്റെ നേരെ പ്രവേശിച്ചു. യഥാ രാമശരോ എന്ന് പറഞ്ഞിരിക്കുന്നു. ദ്വാരേണ ചക്രാനുപഥേന തത്തമ പരം പരം ജ്യോതിരനന്തപാരം സമശ്നുവാനം പ്രസമീക്ഷ ഫാൽഗുന പ്രതാടിതാക്ഷോഭിതേക്ഷിണീയുഗേ. ചക്രം പോയ മാർഗത്തിൽ കൂടി ആ അന്ധകാരത്തിന്റെ അപ്പുറത്ത് ദൂരെ വർത്തിക്കുന്നതും ആദ്യന്തമില്ലാതെ എങ്ങും വ്യാപിച്ചിരിക്കുന്നതുമായ പരംജ്യോതിസിനെ അർജുനൻ കണ്ടു. ആ പ്രഭയുടെ ശക്തി സഹിക്കാൻ കഴിയാതെ രണ്ട് കണ്ണുകളും അടച്ചു അർജുനൻ. തതപ്രവിഷ്ടസലിലം നഭസ്വതാ ബലീയസേജൽ ബൃഹദൂർവിഭൂഷണം തത്രാത്ഭുതം വൈഭവനം ദ്യുമത്തമം രാജന്മണിസ്തംഭ സഹസ്രശോഭിതം. അനന്തരം ഏറ്റവും ശക്തിയോടെ വീശുന്ന കാറ്റിനാൽ ഇളകിക്കൊണ്ടിരിക്കുന്ന വലിയ തിരമാലകളാൽ അലങ്കരിക്കപ്പെട്ട ജലരാശി കാണപ്പെട്ടു. അതിന്റെ മധ്യത്തില് കാണുന്നവരുടെ മനസ്സിൽ ആശ്ചര്യം ജനിപ്പിക്കുന്നതും ശോഭയുള്ള വസ്തുക്കളിൽ വെച്ച് ഏറ്റവും ശോഭിക്കുന്നതും അങ്ങനെ തക മിന്നുന്നവയുമായ രത്നസ്തംഭ സഹസ്രങ്ങളാൽ അതിശക്തമായി പ്രകാശിക്കുന്നതുമായ ആ പുരത്തെയും കണ്ടു. വൈകുണ്ഠത്തെ ഇങ്ങനെ ദർശിക്കുകയാണ് അർജുനൻ. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.